മേഘ വിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ കുടുങ്ങിപ്പോയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തു. 28 മലയാളികളെയും ഉത്തരകാശിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവർ സുരക്ഷിതർ എന്ന കുടുംബാംഗങ്ങൾക്ക് അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. ആൻമരിയ സണ്ണി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻമരിയ, അപ്പോൾ ആശ്വാസകരമായ വാർത്തയാണല്ലോ കുടുംബങ്ങളെ തേടി വന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. 28 മലയാളികളാണ് ഉത്തരാഖണ്ഡില് ഈ മേഘവിസ്ഫോടനത്തിൽ അവർ കുടുങ്ങിപ്പോകുന്നത്. അതിൽ 8 പേര് കേരളത്തിൽ നിന്നുള്ളവരും 20 പേര് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള മലയാളികളുമാണ്. അവർ അവിടെ ആ ഒരു മേഘവിസ്ഫോടനത്തിന്റെ സമയത്ത് അവിടെ കുടുങ്ങിപ്പോകുന്നു. പിന്നീട് ബന്ധുക്കളെ വിളിച്ച് സംസാരിക്കാനൊന്നും സാധിക്കാതെ വന്നപ്പോഴാണ് ഈ ബന്ധുക്കൾ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തി ഈ 28 പേരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. പിന്നീട് അവരെ ഗംഗോത്രിക്ക് സമീപത്തു നിന്നും അവരെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് അവരെ ITBP ക്യാമ്പിലേക്ക് മാറ്റി. ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി അവരെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തരകാശിയിലേക്കാണ് അവരെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നോർക്കയുടെ നേതൃത്വത്തിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുമെല്ലാം അവരെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർ സുരക്ഷിതരാണ് എന്ന കുടുംബങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ സുരക്ഷിതമായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ആദ്യഘട്ടത്തിൽ അവർ ITBP ക്യാമ്പിലേക്ക് മാറിയപ്പോൾ തന്നെ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഉത്തരകാശിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിലെത്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അവർ അറിയിച്ചിട്ടില്ല. എന്നാലും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നു എന്നാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും വലിയ തരത്തിലുള്ള ഒരു ആശങ്കയിലായിരുന്നു. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം ഇവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിനോ ഇവരെ ലൊക്കേറ്റ് ചെയ്യുന്നതിനോ ഒന്നും ആദ്യഘട്ടത്തിൽ സാധിച്ചിട്ടിരുന്നില്ല. പിന്നീട് ഇവർ ആദ്യം 8:30 ഈ അപകടമുണ്ടാകുന്ന ദിവസം രാവിലെ 8:30 കുടുംബങ്ങളെ വിളിക്കുന്നത്. പിന്നീട് അവരെ വിളിച്ച് സംസാരിക്കുന്നതിനോ മെസ്സേജുകൾ അയക്കുന്നതിനോ അല്ലെങ്കിൽ ആ ടൂർ ഓപ്പറേറ്റർക്ക് സംസാരിക്കുന്ന ഒന്നിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോഴാണ് ഇവർ ഗംഗോത്രിക്ക് സമീപമുണ്ട് അല്ലെങ്കിൽ അവരെ ആ ഒരു സമീപത്ത് വെച്ച് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നറിയുന്നത്. പിന്നീടാണ് അവരെ അവിടെ നിന്നും ഈ 28 പേരടങ്ങുന്ന സംഘത്തെ ക്യാമ്പിലേക്ക് മാറ്റുന്നത്. എന്തായാലും അവർ സുരക്ഷിതരാണ്. അടുത്ത ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അവരെ നാട്ടിലെത്തിക്കും എന്ന് അറിയാനും സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.